welcome to our YouTube channel. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് തങ്കുച്ചിൻ്റെ കബേർഡ്, തങ്കുച്ചിൻ്റെ ഡ്രസ്സ്, തങ്കുച്ചിൻ്റെ ആക്സസറീസ്, യൂണിഫോം, സോക്സ്, ഷൂസ് എല്ലാം നമ്മൾ എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നതെന്ന് അല്ലേ പിന്നെ തങ്കുച്ചിൻ്റെ കബേർഡ് എങ്ങനെയാണ്, കബേർഡിൽ എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇതാണ് തങ്കുച്ചിൻ്റെ കബേർഡ്. ഇറ്റ്സ് എ 4-store ഡ്രോയർ സെറ്റ്. ഞങ്ങൾ ഐക്യന്ന് വാങ്ങിയതാണ്. ഇതിലാണ് തങ്കുച്ചിന്റെ ഇപ്പോഴത്തെ ഡ്രസ്സസ് എല്ലാം നമ്മൾ വെക്കുന്നത് അല്ലേ മുത്ത? I'll show you. Yeah, she'll show you. You want to see something? Yeah, she'll show you something, okay? Oh, അത് തങ്കുച്ചിന്റെ പ്രസ് ഓൺ ഇയറിങ്സ് അല്ലേ മുത്ത? Yes. ഇങ്ങനെ പ്രസ് ചെയ്ത് വെക്കുക ഇയറിങ്. I'll show you. തങ്കുച്ചി ഇയറിങ് ഇടുമ്പോഴത്തേക്ക് ഞാൻ കുറച്ച് കബേർഡിൽ അറേഞ്ച് ചെയ്യുന്ന ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞുതരാം. സോ ഇതാണ് തങ്കുച്ചിൻ്റെ ആക്സസറി ഡ്രോയർ. ഇതിൽ എന്താ ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തങ്കുച്ചി ബ്രേസ്ലെറ്റ് ആക്കുന്നൊരു സെറ്റാണ്. ഈ ഒരു ബാക്കിലത്തെ കള്ളിയിൽ തങ്കുച്ചിൻ്റെ വലിയ ക്ലിപ്സ്, വലിയ ഹെയർ ബാൻഡ്സ്, പിന്നെ എന്താ പറയുക വലിയ ക്ലിപ്സ് ഇല്ലേ അതൊക്കെ ഇതിൻ്റെ അകത്തുള്ളത്. പിന്നെ തങ്കുച്ചിൻ്റെ പൊട്ടോ ചൊട്ടെല്ലാം ഇതിൻ്റെ അകത്തുള്ള വലിയ കുറേ ക്ലിപ്പുണ്ട് തങ്കുച്ചിന്, അതെല്ലാം ഇതിൻ്റെ അകത്തുള്ളത്. ഓക്കെ, പിന്നെ അത് കൂടാണ്ട് തങ്കുച്ചിന് കുറച്ച് ഹെയർ ഹെയർ ഗ്ലിറ്റേഴ്സ് എല്ലാം ഉണ്ട്. അങ്ങനത്തെ സാധനങ്ങൾ, പല കളർ ഹെയർ ഗ്ലിറ്റേഴ്സ് അതെല്ലാം ഇതിനകത്താണ് വെച്ചിട്ടുള്ളത്. ഷി ഹാസ് ലൈക്ക് 4 കളേഴ്സ് ഹെയർ ഗ്ലിറ്റർ. അതെല്ലാം വെച്ച് ഡ്രോയർ ചെയ്തു. പിന്നെ കുറച്ച് ഫ്രണ്ടിലായിട്ട് നമ്മൾ എപ്പോഴും എടുക്കുന്ന മരുന്നുകൾ, സിർടെക്ക്, എഡോള്, തെർമോമീറ്റർ, പിന്നെ എന്താണ് തങ്കുച്ചിൻ്റെ വയറിന് സുഖമില്ലാണ്ടിരിക്കുമ്പോൾ കലക്കി കൊടുക്കുന്ന സാധനം, അലർജി മെഡിസിൻ, പിന്നെ ഫ്യൂസറിൻ, അങ്ങനത്തെ എല്ലാം ഈ ഒരു ഡബയിൽ വെച്ചിട്ടുണ്ട്. വേണ്ട, കുടിക്കണ്ട. പിന്നെ ഇത് എന്ന് പറയുന്നത് ദിസ് ഈസ് അനദർ ബോക്സ്. അപ്പോൾ ഇതിങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല, ഞാൻ ഇവിടെ തന്നെ ഓപ്പൺ ചെയ്യാറാ പതിവ്. അപ്പം ഇതിൻ്റെ അകത്ത് ഇതാ ഇതിൽ ബാക്കിൽ റബ്ബർ ബാൻഡ്സ് ആണ്. കാണിച്ചിട്ട് തങ്കുച്ചിട്ട് വേറൊരു സാധനം കാണിച്ചു തരാം. പോലെ ഈ ക്ലിപ്പില്ല അതിന്റെ മുകളിലാക്കുമ്പം ഒരു സാധനം കാണിച്ചു തരാം. ഇങ്ങനെ ആക്കുമ്പം ഇതാക്കുമ്പം ഇത് സർപ്രൈസ് ആകാ തങ്കുച്ചി തിരിഞ്ഞേക്കുന്നേ. I'll show you like this. ആക്കിയിട്ട് നമ്മള് കണ്ട തങ്കുച്ചിന്റെ ഇയറിങ്. തങ്കുച്ചിന് അങ്ങനെ പ്രസ് ഓൺ ഇയറിങ്സ് എല്ലാം ഉണ്ട്. പിന്നെ എത്ര കളറാ ഉള്ളത് ഇതിൻ്റെ അടുത്ത്? റെഡ്, പിങ്ക്, റെഡ്, ഓറഞ്ച്, purple, blue kitty, purple kitty, pink kitty, one more pink kitty. നല്ല ബോക്സിൽ തന്നെ ഇട്ട് വെക്കണേ കണ്ടോ കേട്ടാ. നമ്മള് പിങ്ക് കിട്ടി, നമുക്ക് വേറൊരു പിങ്ക് കിട്ടി. തങ്കുച്ചി എടുത്ത് വെക്കുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കി കൂടി കാണാം. അപ്പോൾ തങ്കുച്ചിൻ്റെ റബ്ബർ ബാൻഡ്സ് എല്ലാം ഞാൻ ഇതിൻ്റെ അകത്ത് ഇട്ട് വെക്കാറ്. പിന്നെ പ്രസ് ചെയ്യുന്ന സാധനങ്ങൾ ഇതിൻ്റെ അകത്ത്. ഇത് മറ്റേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇങ്ങനെ മുകളിൽ നിന്ന് ഇങ്ങനെ കുറച്ചും കൂടി ഹെയർ ലെങ്ത് ഉള്ള സമയത്ത് കിട്ടുന്നതായിരുന്നു. ഇങ്ങനെ ചുരുണ്ട് ഇറ്റ് ലുക്സ് റിയലി ക്യൂട്ട്. അപ്പോൾ ആദ്യത്തെ 2 ക്ലിപ്പ്, പിന്നെ കുറച്ച് ചെറിയ സൈസിൽ വരുന്ന പ്രസ് ഓൺ ചെയ്യുന്ന ക്ലിപ്പ്. ഇത് ബോട്ട് ടൈപ്പ്, കംപ്ലീറ്റ് ബോട്ട് ടൈപ്പ് ക്ലിപ്സ്, കുഞ്ഞതും വലുതും അല്ല ഇല്ലാത്ത. പിന്നെ ഇത് കുറച്ച് ഫാൻസി ആയി വരുന്ന വേറെ ടൈപ്പ് പ്രസ് ഓണും ക്ലിപ്സും എല്ലാം ഇതിൻ്റെ അകത്ത് വെച്ചിട്ടോ. അങ്ങനെ ഞാൻ ഇത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇതിപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് പുറത്തെടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ ഇങ്ങനെ എടുത്ത് വെക്കാം. ഇങ്ങനെ തുറക്കാം. We got something. തങ്കുച്ചിന് വേറെ എന്തോ കാണിച്ചു തരാനുണ്ട്.
എൽസ ഹെയർ ബാൻഡ് ആണിത്. എൻ്റെ അമ്മേ, പ്രിൻസസ് ആയതുകൊണ്ട് പ്രിൻസസ് ആക്സറീസ് മാത്രമേ വെക്കാറുള്ളൂ അല്ലേ മുത്തേ? ആ, അത് കാണിച്ചിടാൻ വേണ്ടി പെട്ടിയ ദൂരുക. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് തങ്കുച്ചിന് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് കോംസ് ആണ്. മെയിൻലി സ്കൂളിൽ പോകുമ്പോൾ യൂസ് ചെയ്യുന്നത് ഈ വേഗയുടെ ഈ ഒരു കോമ്പാണ്. ഇതാണ് മുടി ഇതാക്കി കെട്ടാൻ എളുപ്പം. പിന്നെ ഡീടാംഗ്ലിങ് കോമ്പുണ്ട് വുഡിൻ്റെ. പിന്നെ കുറച്ച് ഹെയർ അങ്ങനെ ഇങ്ങനെ കെട്ടാനുള്ള കുറച്ച് ആക്സസറീസ് ഇതിൻ്റെ അകത്തുള്ളത്. അത് ചില ടൈം സ്റ്റൈൽ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നത്. പിന്നെ സ്കൂളിൽ പോകുമ്പോൾ ഇടുന്ന ബുഷസ് അല്ലേ ഇതിൻ്റെ അകത്ത് ഇടാറ്. പിന്നെ ഈ കുഞ്ഞു ഇറുക്കി ക്ലിപ്സ് മൊത്തം ഇതിൻ്റെ അകത്ത്. പിന്നെ ബ്രേസ്ലെറ്റ്സ് എല്ലാം ഇതിൻ്റെ അകത്ത്. ബ്രേസ്ലെറ്റ്സ് ഇടുന്നതിൻ്റെ അകത്ത് തന്നെ തങ്കുച്ചിൻ്റെ മുല്ലപ്പൂവിൻ്റെ കെട്ടുന്നതും കൂടി വെച്ചാണ്. പിന്നെ ടിക് ടിക് ക്ലിപ്സ്, എല്ലാ ടിക് ടിക് ക്ലിപ്സും ഇതിൻ്റെ അകത്താണ് വെച്ചിട്ടുള്ളത്. പിന്നെ അത് കൂടാണ്ട് ഈ ഇയറിങ് തങ്കുച്ച് കാണിച്ചു തന്നില്ലേ, ഇയറിങ്ങിൻ്റെ താഴെയുള്ള ഈ ബോക്സിലെ തങ്കുച്ചിൻ്റെ മാലകൾ മൊത്തം ഉള്ളത്. പിന്നെ വള ഈ ഒരു ബോക്സിൽ വെച്ചിട്ടുണ്ട്. ഇത് സൺസ്ക്രീന്. മാല കാണിച്ചു തരിക, മാല കാണിച്ചു തരിക. മാല മാത്രല്ല വളയും ഉണ്ട് അതിൻ്റെ അകത്ത്. വളയും അതിനകത്ത്. പിന്നെ ബാക്കിയെല്ലാം മാലകളാ. ഫ്ലവർ, സ്പാർക്കിളി അല്ലേ? അതിനെല്ലാം ബോക്സിലിട്ട് വെക്ക്. തങ്കച്ചിൻ്റെ മാലകൾ, അതെല്ലാം മാലകൾ തങ്കച്ചെടുത്ത് വെക്കുക. അപ്പോൾ അതിൻ്റെ കൂടെ സൺസ്ക്രീൻ ഉണ്ട് ഇവിടെ, തങ്കച്ചിൻ്റെ സൺസ്ക്രീന്. പിന്നെ അത് ഈ സൈഡ് മൊത്തം. സോ വലിയ ക്ലിപ്സ്, മരുന്ന്, സൺസ്ക്രീൻ, മാല, വള, കാതില, പിന്നെ കുറേ ക്ലിപ്സ്. തങ്കുച്ചിൻ്റെ പാദസരാണ്. അത് ബിഗാണ്. അത് അതുകൊണ്ട് അമ്മക്ക് തന്നേക്കുക, ബിഗ് ആയതുകൊണ്ട്. തങ്കുച്ചിൻ്റെ സാധനം കാണിച്ചു തരാനുണ്ട്. തങ്കുച്ചിൻ്റെ ബ്രേസ്ലെറ്റ് ആണത്, കണ്ടോ? അങ്ങനെ ഇടാം. തങ്കുച്ചിന് അപ്പം പാസറായിട്ട് ഇടാൻ കൊടുത്തിയ, പക്ഷെ ബിഗ് ആയതുകൊണ്ട് ബ്രേസ്ലെറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നല്ലേ പറ്റേ? മാല അല്ലല്ലേ? പ്ലീസ് റിമൂവ് ചെയ്യില്ലേ? കാണാം. മാലയല്ല, ഇത് ബ്രേസ്ലെറ്റാ. ഓക്കെ. ഇനിയിപ്പോൾ ഈ സൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ തങ്കുച്ചിൻ്റെ ഹെയർ ബാൻഡ്സ്, വലിയ ഹെയർ ബാൻഡ് മൊത്തം ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുള്ള. പിന്നെ തങ്കുച്ചിൻ്റെ കൂളിംഗ് ഗ്ലാസ്സസ്, തങ്കുച്ചിന് കുറച്ച് കൂളിംഗ് ഗ്ലാസ്സസ് ഉണ്ട്, 3 അതിവിടെ ബാക്കിൽ വെച്ചിട്ടുണ്ട്. മോയ്സ്ചറൈസർ, പിന്നെ തങ്കുച്ചിൻ്റെ ഹെയർ കെട്ടുന്നതിന് മുന്നൊന്ന് സ്പ്രേ ചെയ്ത് കെട്ടാൻ ഉപയോഗിക്കുന്ന സാധനം ഇത്. അതിനെ കൊണ്ട് നമ്മൾ ഇങ്ങനെ സ്പ്രേ ചെയ്യും, എന്നിട്ട് കെട്ടും. അപ്പോൾ അതാണ് ഈ സ്പ്രേയർ. പിന്നെ കുറച്ച് ബേബി വൈപ്സ് ഉണ്ട്, നേസൽ സ്പ്രേ. പിന്നെ ഇത് ഹെയർ വാക്സ് ആണ്, അഥവാ മുടി കുറച്ചൊന്ന് ഒട്ടി വെക്കണ്ടെങ്കിൽ അത് ഉപയോഗിക്കും. പിന്നെ റാഷ് ക്രീമാണ്, സുഡോ ക്രീം, ഫോർ എവർ സുഡോ ഫാൻ. എന്ത് റാഷസിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്രീമായത്. ചെറുതൊട്ടേ മൂക്ക് ഉപയോഗിക്കുന്നൊരു സാധനം. സോ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കണം പോലും. ഇപ്പോൾ അതെടുത്തിട്ട് തങ്കുച്ച് പോവുക. അപ്പോൾ വിൽ പുട്ട് ബാക്ക് ഓൾ ദീസ് തിങ്സ്. അപ്പോൾ അതാണ് തങ്കുച്ചിൻ്റെ മുകളിലത്തെ ഡ്രോയർ, തങ്കുച്ചിൻ്റെ ആക്സറി ഡ്രോയർ. ഐ ഷോ യു ദ നെക്സ്റ്റ് ഡ്രോയർ നൗ. ഇനി വീട്ടിൽ നിന്ന് എടുത്ത് പാറ്റിൻ്റെ ഡ്രോയർ കാണിച്ചു കൊടുക്കാം. ഞാൻ അടുത്ത കാണിക്കാൻ പോകുന്നത് എപ്പോഴും എടുക്കുന്ന കള്ളി. അതാണ് തങ്കുച്ചിൻ്റെ. ഇത് വീട്ടിലിരുണ്ട് ഡ്രസ്, വീട്ടിലുണ്ട് ട്രൗസർ, രാത്രി ഇടുന്ന ഡ്രസ്, സ്കൂളിൽ യൂണിഫോം അല്ലേ? ഇത് പുറത്ത് പോണ്ട് ഇതിന്റെ. നോക്ക്, ഇത് പുറത്ത് പോകുമ്പോൾ ഈ സാരി ഉണ്ട്, ഇതുണ്ട്. അതന്നെ എത്ര ഡ്രസ്സല്ലേ? ഈ സോക്സ് ഉണ്ട്, ഇതുണ്ട്. എല്ലാം ഉണ്ടല്ലേ? യു ലൈക്ക് യുവർ കബേർഡ്? നോ. ആവശ്യമില്ലാത്ത
ഇത് ആരെ കബേർഡാ പൊന്നിന് ഇഷ്ടം? ഡോണ്ട് ലൈക്ക് യുവർ കബേർഡ്? I like picture. അപ്പോൾ ഫസ്റ്റ് കബേർഡ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അപ്പോൾ ഞാൻ എന്താ ചെയ്തേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു 4 സെക്ഷനാക്കി സ്പ്ലിറ്റ് ചെയ്താൽ. അപ്പോൾ ഇത് മൊത്തം വീട്ടിൽ നിന്ന് ഇടുന്ന സെക്ഷനാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് ഇടുന്ന ടീഷർട്ട്സ്, വീട്ടിൽ നിന്ന് ഇടുന്ന ട്രൗസർ, ഇത് രാത്രി ഇടുന്നതാണ്. രാത്രി ഇടുന്നൊരു 4-5 സെറ്റാണ് ഉള്ളത്. പൈജമാസ്, പിന്നെ സ്കൂൾ യൂണിഫോം ഇപ്പോൾ വന്ന് കൊണ്ടുവച്ചാൽ ഒരു ട്രൗസർ, ഒരു ടീഷർട്ട്, ഒരു ട്രൗസർ, ഒരു ടീഷർട്ട്, യൂണിഫോം, സ്വെറ്റേഴ്സ് എല്ലാം ആക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ബാക്കിൽ മോളെ എന്താ പറയുക, എയർപ്ലെയിനെല്ലാം കൊണ്ടുപോകുമ്പോൾ എടുക്കുന്ന ബ്ലാങ്കറ്റ് എല്ലാം ബാക്കിൽ വെച്ചിട്ടുണ്ട്. അതേപോലെ സ്കൂളിൽ പോകുമ്പോൾ ഇടുന്ന കുറച്ച് പെറ്റിക്കോട്ട്സ് എല്ലാം ഇതിൻ്റെ ബാക്കിൽ വെച്ചിട്ടുണ്ട്. ഷഡിയും പെറ്റിക്കോട്ടും. സ്കൂൾ യൂണിഫോം ഇവിടെ വരും, ബാക്കിയെല്ലാം വീട്ടിൽ നിന്ന് ഇടുന്ന ഡ്രസ്സാണ്. ഇങ്ങനെ വെക്കുന്നതിൻ്റെ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ഈസി ഫോർ ഹെർ ടു ടേക്ക്. അതായത് കുളി കഴിഞ്ഞ് വന്നാൽ ഷീ ഓൺലി സെലക്ട്സ് ഹെർ ഡ്രസ്. ടീഷർട്ടും ഉടുപ്പും ഇടുന്ന് എടുക്കും, അതിൻ്റെ ഷഡിയോ ട്രൗസറോ ഇടുന്ന് എടുക്കും. രാത്രി അന്ന് ബ്രഷ് ചെയ്ത് വന്നാൽ ഷീൽ സെലക്ട് വിച്ച് പൈജമ ഷീ വോണ്ട്സ് ടു വെയർ ദാറ്റ് നൈറ്റ്. എന്നിട്ട് കൊണ്ടുവന്നിട്ട് മാറ്റും രാത്രി. അതുപോലെ തന്നെ ലോണ്ടറി ബാഗും ഞങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുന്നത് മൂപ്പരിക്ക് ഇടാൻ പറ്റുന്ന പാകത്തിനാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു തട്ട്. ഇതാണ് ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ഇത് മോളുടെ ഹൈറ്റിൻ്റെ അക്കോർഡിംഗ് ആയിട്ട് സെക്കൻഡ് തട്ടായിട്ട് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ പുറത്ത് പോകുമ്പോൾ ഇടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വല്ലപ്പോഴും അല്ലേ ചൂസ് ചെയ്യാം, അതുകൊണ്ട് അത് തേർഡ് തട്ടാക്കി മാറ്റി. അതിലും എങ്ങനെയാണ് വെച്ചേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സൈഡ് മൊത്തം ഫ്രോക്സ് ആണ്. പിന്നെ ഇത് 2 പീസ് സെറ്റ്സ് ഉണ്ടാവില്ലേ, ട്രൗസറും പിന്നെ കോട്ട് സെറ്റ്സ് പോലെ വരുന്ന ട്രൗസറും ടോപ്പും. അപ്പോൾ അങ്ങനത്തെ സെറ്റ്സ് മൊത്തം വരുന്നതാണ് ഇതിൻ്റെ അകത്ത് വെച്ചേക്കുന്നത്. എല്ലാ 2 പീസ് സെറ്റ്സും സെക്കൻഡ് ലൈനിൽ. ഇത് ഫ്രോക്സ്, ഇത് 2 പീസ് സെറ്റ്സ്, ഇത് ബോട്ടം വെയർസ്, സ്കേർട്ട്സ്, പാൻസ്, ലെഗിൻസ് അത് വിടാം. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ മൊത്തം ടീഷർട്ട്സും വിൻ്റർ വെയർ ടീഷർട്ട്സും എല്ലാ ടീഷർട്ട്സും ഇത്. സോ ടീഷർട്ട്, ഫ്രോക്സ്, കോട്ട് സെറ്റ്സ് അല്ലെങ്കിൽ 2 പീസ് വെയർസ്, പിന്നെ ബോട്ടം വെയർ, ടീഷർട്ട്സ്, അങ്ങനെയാണ് വെച്ചേക്കുന്നത്. ഇതും ഷീൽ ഓൺലി സെലക്ട്. പുറത്ത് പോകുന്ന സമയത്ത് ഷീൽ ഓൺലി സെലക്ട് വാട്ട് ഷീ വാണ്ട്സ് ടു വെയർ. അപ്പോൾ അതാണിത്. പിന്നെ ഏറ്റവും ബോട്ടം തട്ടിൽ ഇതിൻ്റെ ഉള്ളിൽ ഏറ്റവും ബാക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നോ എനിക്കറിയില്ല, എക്സ്ട്രാ മെഡിസിൻസ് വരുന്നത് മൊത്തം വി കീപ്പ് ഇറ്റ് ബിഹൈൻഡ് ഇറ്റ്. ചില സമയത്ത് നമുക്ക് 2 എഡോള് അല്ലെങ്കിൽ വി നോ റൈറ്റ്, ബ്രൂഫൻ, എഡോൾ അങ്ങനത്തെ എല്ലാം റിപ്പീറ്റ് ചെയ്യുന്ന മരുന്നെല്ലാം എക്സ്ട്രാ വരുന്നത് വി കൈൻഡ് ഓഫ് സ്റ്റോർ ഇറ്റ് ഹിയർ. പിന്നെ അതുകൂടാണ്ട് നെബിലൈസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന വയൽസ് അതെല്ലാം ബാക്കിലാണ്. ഇത് സോക്സുകളും ഷഡ്ഡികളുമാണ്. സോ സ്കൂളിൽ പോകുന്ന ടൈറ്റ്സ്, ലോങ് സോക്സ്. സോ ദീസ് ആർ ലോങ് സോക്സ്, ദീസ് ആർ ഷോർട്ട് സോക്സ്. പിന്നെ ഇതെല്ലാം പുറത്ത് പോകുമ്പോൾ ഇടുന്ന സോക്സ്. പിന്നെ ഇത് രണ്ടും ഷഡ്ഡി. പിന്നെ ഇത് വിൻ്റർ സോക്സ് കുറച്ച്. അപ്പം അങ്ങനെ ഇത്. പിന്നെ ഇതിൽ മൊത്തം പട്ടുപാവടയും ബ്ലൗസുകളാണ് ഈ ഒരു ബോക്സിൽ. പിന്നെ ഇത് മൊത്തം സ്റ്റോക്കിൻസാണ്. പിന്നെ ഇത് മൊത്തം സ്വിം വെയറിന് പോകുമ്പോഴുന്ന ക്യാപ്പ്, പിന്നെ എല്ലാ സ്വിം വെയർ ഡ്രസ്സും ഇതിൻ്റെ. ഇതൊരു യൂസ് ചെയ്യാത്തൊരു ഡ്രസ്സും പിന്നെ 2 സ്വിമ്മിങ് ക്യാപ്പുമാണ്. അങ്ങനെയാണ് ഏറ്റവും ബോട്ടം. അപ്പോൾ ഇതങ്ങനെ മൂക്ക് എടുക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ഷീ ഡോണ്ട് ഹാവ് ടു ചൂസ്, അല്ലെങ്കിൽ ആൾക്ക് ഇരുന്നാലും എടുക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് ഏറ്റവും അവസാനത്തെ തട്ടിലുള്ളത്. സോ ഇതാണ് ആളുടെ കബേർഡ്. അപ്പം ഏറ്റവും മുകളിൽ ഞാൻ പറഞ്ഞ പോലെ ആക്സസറീസ്, രണ്ടാമത് വീട്ടിൽ നിന്ന് ഇടുന്നത് യൂണിഫോം, മൂന്നാമത് പുറത്ത് പോകുമ്പോൾ ഇടുന്നത്, നാലാമത് സോക്ക്, ഷഡി, മിസ്ലേനിയസ് അങ്ങനത്തെ കാര്യങ്ങൾ. ഇതിൻ്റെ സൈഡിൽ തന്നെ ഞാൻ ചെയ്തെന്താ വെച്ച് കഴിഞ്ഞാൽ ഹർ ഷൂ റാക്ക് ഇസ് കെപ്റ്റ് ഓൺ ദ സൈഡ് ഇറ്റ് സെൽഫ്. അപ്പോൾ ആൾക്ക് ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഷീ ക്യാൻ ചൂസ് ഷൂസ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു സ്റ്റൂളും വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഷൂസ് എടുത്ത് ഷീ ക്യാൻ സിറ്റ് ഹിയർ ആൻഡ് വെയർ ഇറ്റ്. അപ്പം അങ്ങനെയാണ് മോളുടെ തട്ട് ഞങ്ങളിത് ചെയ്തേക്കുന്നത്. ചെറുപ്പം തൊട്ടേ ഇങ്ങനെയായിരുന്നു. വെൻ ഷി വാസ് എ ബേബി, ലൈക്ക് 1 year 1.5 year വരെ ഇറ്റ് വാസ് ഇതിലും കുറച്ച് സൈസ് ചെറുതായൊരു കബേർഡിനും 3 അട്ടിയുള്ളത്. 3 അട്ടി മതിയായിരുന്നു.
ഇപ്പോൾ കുറച്ച് വലുതായപ്പോഴും ആക്സറീസും അങ്ങനത്തെല്ലാം കൂടിയപ്പോഴാണ് മെഡിസിൻസ് വെക്കാനും അങ്ങനെയാണ് ഫോർത്ത് ഒരു തട്ടും കൂടി ഉള്ളത് വേണമെന്ന് തോന്നിയത്. ആൻഡ് ഇറ്റ് വാസ് റിക്വയർഡ് ചേഞ്ച് ടു ബി ഓണസ്റ്റ്. അപ്പോൾ ഐ ഹാഡ് സോ മച്ച് ഫൺ ഷൂട്ടിങ് ദിസ് കോണ്ടൻറ്റ്. കുറേ കാലമായി വരിക്കുന്നു മോളുടെ കബേർഡ് എങ്ങനെ അറേഞ്ച് ചെയ്യുന്നത് എന്നുള്ളൊരു വീഡിയോ എടുക്കണം എന്നുള്ളത്. കാരണം ചെറുപ്പം തൊട്ടേ ഐ ബീൻ ഡൂയിങ് ദിസ് ഫോർ ഹർ. ഈ ഒരു സിസ്റ്റം ലൈക്ക് 1 ഡ്രോയർ ഫോർ വീട്ടിൽ നിന്ന് ഇടുന്നത്, 1 ഡ്രോയർ ഫോർ പോകുമ്പോൾ ഇടുന്നത്, പിന്നെ സോക്സ് ഷെഡ് ഒരു ഡ്രോയറിൽ. ആൻഡ് ഇറ്റ്സ് എ സിസ്റ്റം ദാറ്റ് ഹാസ് വർക്ക്ഡ് ഫോർ മീ. ഷീ ഓൾസോ അഡാപ്റ്റഡ് ഇറ്റ് വെരി ക്വിക്ക്ലി. അപ്പോൾ വളർന്നു വരുന്ന മക്കളുണ്ടെങ്കിൽ ഓർ ഹു ആർ ഇൻ ദിയർ ടോഡ്ലർ സ്റ്റേജ് ഓർ even they are like newborn, you can actually use this system and I'm sure that it's gonna be worth it for you. As a working mom, how it works for me is that ഈ ലോണ്ട്രി വാഷ് ചെയ്യുന്നതെല്ലാം എൻ്റെ ഹസ്ബൻഡാണ് ചെയ്യാറ്. പിന്നെ അപ്പോൾ ഫോൾഡിങ് ആൻഡ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റാണ് എൻ്റെ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഫ്രൈഡേ വരെ സ്കൂളിൽ പോകുമല്ലോ. അപ്പോൾ ഫ്രൈഡേ നൈറ്റ് അല്ലെങ്കിൽ സാറ്റർഡേ മോർണിംഗ് ഫസ്റ്റ് ലോഡ് ഓഫ് ഡ്രസ്സ് ഇടും. അത് മോൾഡിയാണ് ഫസ്റ്റ് ഇടുക. അപ്പോൾ അതിട്ട് കഴിഞ്ഞാൽ അന്ന് ഈവനിങ് അത് ഉണങ്ങി എടുത്തു വെക്കുമ്പോൾ അതിൽ ഫോൾഡ് ഇറ്റ് ആൻഡ് കീപ്പ് ഇറ്റ്. സോ സാറ്റർഡേ ആണ് ഇത് ഫോൾഡ് ചെയ്ത് എടുത്ത് വെക്കുന്ന ഡേ. അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ സാറ്റർഡേ ആണ് ഞാനിത് ഷൂട്ട് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് അത് ഫുള്ളായിട്ടുള്ളൊരു കബേർഡ് കാണുന്നത്. അതർവൈസ് ബൈ ഫ്രൈഡേ, കാരണം എല്ലാ ഡ്രസ്സും ഇങ്ങനെ അധികം യൂസ് ചെയ്യാത്ത ഡ്രസ്സ് ഞങ്ങൾ വെക്കാറില്ല. അപ്പോൾ എല്ലാം ഒരു വീക്കാകുമ്പം യൂസ് ചെയ്ത് വരും. കംപ്ലീറ്റ് യൂണിഫോം സെറ്റ്, വീട്ടിൽ നിന്ന് ഇടുന്നത്, പൈജമാസ് എല്ലാം യൂസ് ആയിട്ടുണ്ടാവും ഫ്രൈഡേ. അപ്പോൾ ഫ്രൈഡേ ആകുമ്പോഴത്തേക്ക് നോർമലി കബേർഡെല്ലാം എംറ്റി ആവും. വാഷ് ചെയ്ത് പിന്നെയും ഫോൾഡ് ചെയ്ത് വെക്കുന്നതാണ്. അങ്ങനെ നീറ്റായി വെക്കുന്നത് കൊണ്ട് തന്നെ ഒരു ഡ്രസ്സ് ഓവർ പൈലാവുക, ഉപയോഗിക്കാത്ത ഡ്രസ്സ് ഉണ്ടാവുക, അല്ലെ ബാക്കിൽ ഡ്രസ്സ് പോവുക, അങ്ങനത്തെ ഒരു ഇഷ്യൂ ഇതേവരെ ഉണ്ടായിട്ടില്ല. എനിക്കറിയാം ഈ ഒരു സിസ്റ്റം അധിക കാലമൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. മേ ബി ലൈക്ക് ടിൽ ഷീ ഈസ് 5 or 6. കാരണം കുട്ടികൾ വലുതാകുന്നതിനാ ദ നമ്പർ ഓഫ് ഡ്രസ്സസ് വിൽ ഇൻക്രീസ് ആൻഡ് ഷീൽ ഹാവ് ടു ഓർ വീൽ ഹാവ് ടു ഇവൻച്വലി മൂവ് ഹർ ടു എ ബിഗ്ഗർ കബേർഡ്. പക്ഷെ അതുവരെ ഫ്രോം 0 to 5 this is a system that actually works and it will actually give your kid kind of discipline in way അവരുടെ ഡ്രസ്സ് വെക്കുന്നതിലും അവരുടെ ആക്സസറീസ് വെക്കുന്നതിലും. ഇപ്പം എൻ്റെ മോള് ഷീ നോസ് ഹൗ ടു പുൾ ഔട്ട് എ ഡ്രസ് വിത്തൗട്ട് ലൈക്ക് മേക്കിംഗ് എ മെസ് ഓഫ് അതർ ഡ്രസ്. അത് മുന്നേ കണ്ടതുകൊണ്ടാണെന്നോ എന്താണെന്ന് അറിയില്ല. അതർവൈസ് ഇഫ് അറ്റ് ഓൾ എടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു മെസ്സ് ആയിട്ടുണ്ടെങ്കിൽ തന്നെ ഷി വുഡ് കോൾ മീ ആസ്കിങ് ലൈക്ക് അമ്മ ഇതിങ്ങനെ ആയിപ്പോയി, ക്യാൻ യു കീപ്പ് ഇറ്റ് പ്രോപ്പർലി ഫോർ മീ, ക്യാൻ യു കീപ്പ് ഇറ്റ് നീറ്റ്ലി ഫോർ മീ എന്ന് ചോദിച്ചിട്ട്. So that's all what I wanted to say. Hope you enjoyed the video. Thanks for watching. And if you have not subscribed yet, please do subscribe to our channel. Bye-bye. And subscribe.